ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജനുവരി 20 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും ചെയ്യണം, അതുപോലെ അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്കാണ്. അപ്പോൾ അത്രയും കിട്ടണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് പഠിച്ച് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെച്ച് പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: Mastercard has announced plans to expand its Girls4Tech STEM education program in India. അപ്പോൾ മാസ്റ്റർകാർഡ് അവരുടെ എക്സ്പാൻഡ് ചെയ്യാൻ Girls4Tech STEM എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇന്ത്യയിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻസ് അനൗൺസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. മാസ്റ്റർകാർഡ് ഹാസ് അനൗൺസ്ഡ് പ്ലാൻസ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് Girls4Tech STEM എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ ഇന്ത്യ to reach 1 lakh additional female students by 2024. അപ്പോൾ 1 ലക്ഷം അഡീഷണൽ ഫീമെയിൽ സ്റ്റുഡൻസിനെ 2024 ആകുമ്പോഴേക്കും റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു Girls4Tech STEM എഡ്യൂക്കേഷൻ പ്രോഗ്രാം എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് മാസ്റ്റർകാർഡ്. The program, supported by the Mastercard Impact Fund and in partnership with the American India Foundation, will provide STEM education to girls aged 8 to 14 in 40 different government schools in India and across the country. അപ്പോൾ ഈ സ്റ്റെം എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ ഗേൾസ് ഏജ് ഗ്രൂപ്പ് ഓഫ് 8 to 14, 8 മുതൽ 14 വയസ്സ് വരെയുള്ള ഗേൾസ് സ്റ്റുഡൻസിന് അവർ സ്റ്റെം എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് സ്കൂളിലത്തെ കുട്ടികൾ ഡൽഹിയും അതേപോലെ മറ്റ് സ്റ്റേറ്റ്സ് അക്രോസ് ദ കൺട്രിയിലുള്ള ഗേൾസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാസ്റ്റർകാർഡാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അവരുടെ പ്ലാൻസ്. ഈ ഒരു Girls4Tech STEM എഡ്യൂക്കേഷൻ പ്രോഗ്രാം എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പാകിസ്ഥാൻ ഈസ് സൗത്ത് ഏഷ്യാസ് വീക്കസ്റ്റ് എക്കണോമി, വേൾഡ് ബാങ്ക് റിപ്പോർട്ട്. അപ്പോൾ ഒരു വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ നമ്മുടെ സൗത്ത് ഏഷ്യയുടെ ഏറ്റവും വീക്കസ്റ്റ് എക്കണോമി ആയി മാറിയിരിക്കുകയാണ്. വേൾഡ് ബാങ്ക് സെഡ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. പാകിസ്ഥാൻ ഈസ് സൗത്ത് ഏഷ്യാസ് വീക്കസ്റ്റ് എക്കണോമി, the World Bank said, adding that the country's economic growth will slow further to 2% during the ongoing year. അപ്പോൾ ഈ വർഷത്തിൽ അത് 2% ഒന്നും കൂടി കമ്മിയാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് വിൽ മാർക്ക് എ ഡ്രോപ്പ് ഓഫ് 2 percentage points ഫ്രം ഇറ്റ്സ് ജൂൺ 2022 എസ്റ്റിമേറ്റ്. അപ്പോൾ ജൂൺ 2022 എസ്റ്റിമേറ്റിൽ അവർ എസ്റ്റിമേറ്റ് ചെയ്തതിനെക്കാട്ടിലും 2% കുറയുമെന്നാണ് ഇപ്പോഴത്തെ പുതിയ എസ്റ്റിമേറ്റ് പറയുന്നത്. വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ സൗത്ത് ഏഷ്യയുടെ ഏറ്റവും വീക്കസ്റ്റ് എക്കണോമി പാകിസ്ഥാനാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് ലിമിറ്റഡ് അവാർഡഡ് വിത്ത് ദ ബെസ്റ്റ് ബാങ്ക് അവാർഡ്. അപ്പോൾ തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിന് വേൾഡ് ബെസ്റ്റ് ബാങ്ക് അല്ല, ബെസ്റ്റ് ബാങ്ക് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് വായിച്ച് നോക്കാം. TMB, അതായത് തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് ഹാസ് ബാഗ്ഡ് ബെസ്റ്റ് സ്മോൾ ബാങ്ക് അവാർഡ് ഇൻ ദ ബെസ്റ്റ് ബാങ്ക് സർവേ ഓഫ് ദ ഇയർ 2022 ഡൺ ബൈ ബിസിനസ് ടുഡേ KPMG ബാങ്ക് സർവേ പ്രകാരം ബെസ്റ്റ് ബാങ്ക് സർവേ ഫോർ ദ ഇയർ 2022 നടത്തിയപ്പോൾ അതിൽ ബെസ്റ്റ് സ്മോൾ ബാങ്ക് ആയിട്ട് അവാർഡ് കിട്ടിയിരിക്കുന്നത് തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിനാണ്. The bank has won this award under the category of banks with the book size of less than 1 lakh crore. അപ്പോൾ ബുക്ക് സൈസ് ഓഫ് ലെസ് ദാൻ 1 lakh crore ഉള്ള ബാങ്ക് സ്മോൾ ബാങ്ക് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിലാണ് ഈ ഒരു തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിന് ബെസ്റ്റ് ബാങ്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്, ബെസ്റ്റ് സ്മോൾ ബാങ്ക് അവാർഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് എക്കണോമിക് ഫോറം ലോഞ്ചസ് ഇനീഷ്യേറ്റീവ് ടു അൺലോക്ക് $3 trillion എ ഇയർ ഫോർ ക്ലൈമറ്റ് ആൻഡ് നേച്ചർ. അപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറം ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ $3 trillion അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലത്തിൽ ഫോർ ക്ലൈമറ്റ് ആൻഡ് നേച്ചറിന് വേണ്ടിയിട്ട് $3 trillion അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് വേൾഡ് എക്കണോമിക് ഫോറം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. The World Economic Forum launched the Giving to Amplify Earth action to help unlock $3 trillion of a financing needed each year to reach net zero, reverse nature,
ലോസ് ആൻഡ് റിസ്റ്റോർ ബയോഡൈവേഴ്സിറ്റി ബൈ 2050. അപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറം ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. $3 trillion എക്കണോമി, $3 trillion ഒരു കൊല്ലത്തിൽ ക്ലൈമറ്റ് ആൻഡ് നേച്ചറിന് വേണ്ടിയിട്ട് ഒരു കൊല്ലത്തിൽ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവാണ് വേൾഡ് എക്കണോമിക് ഫോറം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ അനൗൺസസ് 100 million Maldivian Rufiyaa ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് ഇൻ മാൽദീവ്സ്. അപ്പോൾ 100 million മാൽദീവിയൻ റുഫിയയാണ് ഇന്ത്യ അനൗൺസ് ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ്, മാൽദീവ്സിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ എസ് ജയശങ്കർ ആണ് അനൗൺസ് ചെയ്തത്. അഡീഷണൽ ഗ്രാൻഡ് ഓഫ് 100 million മാൽദീവിയൻ റുപ്പിയാസ് ഫോർ മോർ സച്ച് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിന് വേണ്ടിയിട്ടാണ് ഈ 100 million മാൽദീവിയൻ റുപ്പിയ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടർ ജയശങ്കർ ആണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Tourism Ministry to organize first Global Tourism Investors Summit from 10th to 12th April 2023. അപ്പോൾ ടൂറിസം മിനിസ്ട്രി ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ഗ്ലോബൽ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് 10th to 12th April 2023. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൂറിസം ഈസ് ഓർഗനൈസിങ് ഫസ്റ്റ് ഗ്ലോബൽ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് ഫ്രം 10th to 12th April 2023 അറ്റ് പ്രഗതി മൈതാൻ ഇൻ ന്യൂഡൽഹി. അപ്പോൾ പ്രഗതി മൈതാൻ ഇൻ ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരിക്കും അത് നടക്കുക. അപ്പോൾ ദ എയിം ഓഫ് ദ സമ്മിറ്റ് ഈസ് ടു ബ്രിങ് ടുഗദർ ഗ്ലോബൽ ബിസിനസ് ലീഡേഴ്സ് ആൻഡ് പോളിസി മേക്കേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലോർ ടൂറിസം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഇതിൻ്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിങ് ടുഗദർ ഗ്ലോബൽ ബിസിനസ് ലീഡേഴ്സിനെ അതേപോലെ പോളിസി മേക്കേഴ്സിനെയും കൊണ്ടുവരാൻ, അതായത് അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലോർ ടൂറിസം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ബോധവൽക്കരണപ്പെടുത്താനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്മിറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. സോ ടൂറിസം മിനിസ്ട്രിയാണ് ഇത് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഗ്ലോബൽ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് അത് 10th to 12th April 2023 നടക്കുക. പ്രഗതി മൈതാൻ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് അത് നടക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വിക്രം കിർലോസ്കർസ് ഡോട്ടർ മാനസി ടേക്സ് ഓവർ ആസ് എ ടൊയോട്ട കിർലോസ്കർ മോട്ടോർ VC. 1 minute, just 1 minute. ഓക്കെ, സോ വിക്രം കിർലോസ്കറിൻ്റെ മകൾ മാനസി ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ് ടൊയോട്ടോ കിർലോസ്കർ മോട്ടോറിൻ്റെ വൈസ് ചെയർപേഴ്സണായിട്ട്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം. കിർലോസ്കർ മോട്ടോഴ്സ് സെഡ് മാനസി ടാറ്റ ഡോട്ടർ ഓഫ് എ ലേറ്റ് വിക്രം കിർലോസ്കർ വിൽ ടേക്ക് ഓവർ ആസ് ഇറ്റ്സ് എ ന്യൂ വൈസ് ചെയർപേഴ്സൺ വിത്ത് ഇമീഡിയറ്റ് ഇഫക്റ്റ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷീ വിൽ ഓൾസോ ടേക്ക് ഓവർ ആസ് എ വൈസ് ചെയർപേഴ്സൺ ഓഫ് ടൊയോട്ട കിർലോസ്കർ ഓട്ടോ പാർട്സ് ടൊയോട്ട കിർലോസ്കർ മോട്ടോർ. അപ്പോൾ ടൊയോട്ട കിർലോസ്കർ ഓട്ടോ പാർട്സിൻ്റെയും അതേപോലെ ടൊയോട്ട കിർലോസ്കർ മോട്ടോറിൻ്റെയും വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിക്രം കിർലോസ്കറുടെ ഡോട്ടർ മാനസി ടാറ്റയാണ് ഈ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ദ പ്രൈം മിനിസ്റ്റർ ലെയ്ഡ് ഫൗണ്ടേഷൻ സ്റ്റോൺ ആൻഡ് ഡെഡിക്കേറ്റഡ് വേരിയസ് ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്സ് ഇൻ കൊടൈക്കൽ യാദ്ഗിർ കർണാടക. അപ്പോൾ പ്രൈം മിനിസ്റ്റർ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ പ്രൊജക്ട്സ് ഇൻക്ലൂഡ് ലേയിങ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് യാദ്ഗിർ മൾട്ടി വില്ലേജ് ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈ സ്കീം അണ്ടർ ദ ജൽ ജീവൻ മിഷൻ ആൻഡ് എ 65.5 kilometer സെക്ഷൻ ഫ്രം ബാദാദൽ ടു മറാദഗി ആന്തോള of Surat, Chennai Expressway, NH 150C, and inauguration of the Narayanpur Left Bank Canal Extension Renovation and Modernization Project NLBC ERM. അപ്പോൾ ദ പ്രൈം മിനിസ്റ്റർ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തിരിക്കുകയാണ് ആൻഡ് ഡെഡിക്കേറ്റഡ് വേരിയസ് ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്സിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തിരിക്കുകയാണ്. കൊടൈക്കൽ യാദ്ഗിർ കർണാടകയിലാണത് ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ന്യൂ പ്ലാറ്റോ ടൈപ്പ് ഡിസ്കവർഡ് ഫ്രം മഹാരാഷ്ട്ര. അപ്പോൾ ന്യൂ പ്ലാറ്റോ ഡിസ്കവർ ചെയ്തിരിക്കുകയാണ്, മഹാരാഷ്ട്രയിലാണ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. എ റെയർ ലോ ആൾട്ടിറ്റ്യൂഡ് ബസാൾട്ട് പ്ലാറ്റോ ഹൗസിംഗ് 76 species
76 species of plants and shrubs from 24 different families discovered in Thane region in the Western Ghats, one of the 4 global biodiversity hotspots in India, can prove to be a repository of information for species and interactions. അപ്പോൾ ഒരു പുതിയ പ്ലാറ്റോ ടൈപ്പിനെ ഡിസ്കവർ ചെയ്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ. ബസാൾട്ട് പ്ലാറ്റോ ആണ്, ഹൗസിങ് 76 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് shrubs. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 76 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് shrubs ആണ് ആ പ്ലാറ്റോയിലുള്ളത്. ഫ്രം 24 ഡിഫറെൻറ്റ് ഫാമിലീസ് ഡിസ്കവർ ചെയ്തിരിക്കുകയാണ്. താനെ റീജിയൻ ഓഫ് വെസ്റ്റേൺ ഗട്ട്സിലാണത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. L&T partners with Norway-based H2 carrier to develop a floating green hydrogen green ammonia projects. അപ്പോൾ ലാർസൺ ആൻഡ് ടർബോ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ലാർസൺ ആൻഡ് ടർബോ പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് നോർവേ ബേസ്ഡ് H2 കരിയറായിട്ട് ടു ഡെവലപ്പ് ഫ്ലോട്ടിംഗ് ഗ്രീൻ ഹൈഡ്രജൻ ഗ്രീൻ അമോണിയ പ്രൊജക്ട്സ് ആൻഡ് ഗ്രീൻ അമോണിയ പ്രൊജക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. Larsen and Turbo announced the signing of a memorandum of understanding with the Norway-based H2 carrier to cooperate towards developing floating green ammonia projects for industrial scale applications with an aim to decarbonize the global economy. Under the terms of MOU, L&T will become partner of EPCIC of the topsides for H2C's floating process plants. അപ്പോൾ L&T പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് നോർവേ ബേസ്ഡ് H2 കരിയറായിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡെവലപ്പ് ഫ്ലോട്ടിംഗ് ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ഗ്രീൻ അമോണിയ പ്രൊജക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാർസൺ ആൻഡ് ടർബോ ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് സൈനിങ് ഓഫ് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് നോർവേ ബേസ്ഡ് H2 കരിയർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ മോദി ലോഞ്ചസ് പ്രൊജക്ട്സ് വർത്ത് 38,000 crore rupees ഇനോഗ്രേറ്റ് 2 മെട്രോ റെയിൽ ലൈൻസ് ഡ്യൂറിങ് മുംബൈ വിസിറ്റ്. അപ്പോൾ മുംബൈ വിസിറ്റിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു പ്രൊജക്ട്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് 38,000 കോടി രൂപയുടെ. അതുപോലെ 2 മെട്രോ റെയിൽ ലൈൻസ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ മുംബൈ വിസിറ്റിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റഡ് ആൻഡ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് സ്ട്രിംഗ് പ്രൊജക്ട്സ് വർത്ത് മോർ ദാൻ 38,000 crores aimed at developing infrastructure, easing urban travel and strengthening healthcare during his visit to Mumbai. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മുംബൈ വിസിറ്റിൽ നരേന്ദ്രമോദി ചെയ്തത്. അപ്പോൾ ദ പ്രൈം മിനിസ്റ്റർ ഡെഡിക്കേറ്റഡ് ടു ദ നേഷൻ ദ മുംബൈ മെട്രോ റെയിൽ ലൈൻസ് 2A and 7 worth around 12,600 crore rupees. The foundation stone of these lines were laid by Prime Minister Modi in 2015. അപ്പോൾ ഈ റെയിൽവേ ലൈൻസിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തത് 2015-ലാണ്. ഇപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് 2 മെട്രോ ലൈൻ ഈ മുംബൈ വിസിറ്റിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ റീഡിസൈൻസ് 11,000 megawatt പവർ പ്രൊജക്റ്റ് ഓൺ ബ്രഹ്മപുത്ര ഇൻ അരുണാചൽ ടു കൗണ്ടർ പോസിബിൾ ചൈനീസ് മിസ്അഡ്വെഞ്ചർ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഇന്ത്യ റീഡിസൈൻ ചെയ്തിരിക്കുകയാണ് 11,000 മെഗാവാട്ട് പവർ പ്രൊജക്റ്റ് ഓൺ ബ്രഹ്മപുത്ര ഇൻ അരുണാചൽ ടു കൗണ്ടർ പോസിബിൾ ചൈനീസ് മിസ്അഡ്വെഞ്ചർ ഇൻ ദ ഫ്യൂച്ചർ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇപ്പോൾ 11,000 മെഗാവാട്ട് പവർ പ്രൊജക്റ്റ് റീഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. The proposed 11,000 megawatt hydro power project on Brahmaputra in Arunachal Pradesh's upper Syam district is being reportedly redesigned due to concerns over China's proposed 60,000 megawatt hydro power project in Medok, Tibet. അപ്പോൾ ഈ 11,000 മെഗാവാട്ട് ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിലെ ബ്രഹ്മപുത്രയിൽ ഇപ്പോൾ റീഡിസൈൻ ചെയ്യാൻ തീരുമാനിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് 60,000 മെഗാവാട്ട് ഹൈഡ്രോ പ്രൊജക്റ്റ് അവരുടെ മെദോക് ടിബറ്റിൽ ഡെവലപ്പ് ചെയ്യാൻ അതായത് അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇന്ത്യ റീഡിസൈൻ ചെയ്തിരിക്കുന്നത് 11,000 മെഗാവാട്ട് പവർ പ്രൊജക്റ്റ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര ഓൺ അരുണാചൽ പ്രദേശ് ടു കൗണ്ടർ പോസിബിൾ ചൈനീസ് മിസ്അഡ്വെഞ്ചർ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ചൈനീസുകാരുടെ ആ ഒരു ശ്രമത്തിനെ വിഫലമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് 11,000 മെഗാവാട്ട് പ്രൊജക്റ്റ് റീഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര ഇൻ അരുണാചൽ പ്രദേശിലാണ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡിറ്റർമിനൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി
determinants of financial literacy and financial inclusion in a northeastern region of India, a case study of Mizoram by RBI. അപ്പോൾ ഡിറ്റർമിനൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ, ഒരു കേസ് സ്റ്റഡിയാണത്. മിസോറാമിൻ്റെ RBI കണ്ടക്ട് ചെയ്ത കേസ് സ്റ്റഡിയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്കോർ ആൻഡ് ഫിനാൻഷ്യൽ ലിറ്ററസി സ്കോർ ഫോർ ദ സ്റ്റഡി റീജിയൻ വർ ജനറേറ്റഡ് യൂസിംഗ് OECD, INFE, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ഓൺ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ടൂൾ കിറ്റ്. The estimated average financial literacy score was 14.37 on a scale of 0 to 21, that is 68.43%, and the average financial inclusion was 3. അപ്പോൾ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഡിറ്റർമിനൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ ഡിറ്റർമിനൻസ് ഒരു കേസ് സ്റ്റഡിയാണ്. മിസോറാമിൻ്റെ കേസ് സ്റ്റഡി, RBI കണ്ടക്ട് ചെയ്ത കേസ് സ്റ്റഡിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻസ് ഇതൊക്കെയാണ്. ദ എസ്റ്റിമേറ്റഡ് ആവറേജ് ഫിനാൻഷ്യൽ ലിറ്ററസി സ്കോർ എന്ന് പറയുന്നത് 14.37 ആണ്. അതായത് 0 to 21 ഇത്രയാണ് അതിൻ്റെ സ്കോറ്. 68.43% ആണ് ഏകദേശം. ആൻഡ് ദ ആവറേജ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്കോർ അതേ സമയത്ത് 3 ഉണ്ടായിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI റിലീസസ് ഡിസ്കഷൻ പേപ്പർ ഓൺ എക്സ്പെക്റ്റഡ് ലോസ് ബേസ്ഡ് അപ്രോച്ച് ഫോർ ലോൺ ലോസ് പ്രൊവിഷനിങ് ബൈ ബാങ്ക്സ്. അപ്പോൾ RBI റിലീസ് ചെയ്തിരിക്കുകയാണ് ഡിസ്കഷൻ പേപ്പർ ഓൺ എക്സ്പെക്റ്റഡ് ലോസ് ബേസ്ഡ് അപ്രോച്ച് ഫോർ ലോൺ ലോസ് പ്രൊവിഷനിങ് ബൈ ബാങ്ക്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. The proposed approach is to formulate a principle-based guidelines supplemented by regulatory backstops wherever necessary. Further, regional rural banks and smaller cooperative banks, based on the threshold to be decided based on comments, are proposed to be kept out of the above framework. അപ്പോൾ the proposed approach is to formulate principle-based guidelines supplemented by regulatory backstops wherever necessary. അത് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്രോച്ച് നടത്തിയിരിക്കുന്നത്. ഫർദർ, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആൻഡ് സ്മോളർ കോപ്പറേറ്റീവ് ബാങ്ക്സ് ബേസ്ഡ് ഓൺ എ ത്രെഷോൾഡ് ടു ബി ഡിസൈഡഡ് ബാങ്ക്സ് ഓൺ കമൻസ് ആർ പ്രൊപ്പോസ്ഡ് ടു ബി കെപ്റ്റ് ഔട്ട് ഓഫ് ദ അബവ് ഫ്രെയിംവർക്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI റിലീസസ് പ്രൈമറി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഔട്ട്ലുക്ക് 2021-22. അപ്പോൾ RBI റിലീസ് ചെയ്തിരിക്കുകയാണ് പ്രൈമറി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഔട്ട്ലുക്ക് 2021-22 ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലീസ്ഡ് 9th volume of annual publication titled Primary Urban Cooperative Banks Outlook 2021-22. The publication has been brought out by the Department of Supervision of the RBI. The publication covers the financial accounts of scheduled and non-scheduled primary urban cooperative banks for financial year 21-22. അപ്പോൾ RBI റിലീസ് ചെയ്തിരിക്കുകയാണ് പ്രൈമറി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഔട്ട്ലുക്ക് 2021-22. അപ്പോൾ ഒരു ആനുവൽ പബ്ലിക്കേഷനാണിത്, പ്രൈമറി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഔട്ട്ലുക്ക് 2021-22 എന്ന് പറയുന്നത്. അത് റിലീസ് ചെയ്തിരിക്കുകയാണ് RBI. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റർ ഹാഷിം ആംല അനൗൺസസ് റിട്ടയർമെൻറ്റ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്ററായ ഹാഷിം ആംല, ക്രിക്കറ്റ് കളി കാണുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഹാഷിം ആംല റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Legendary South African cricketer Hashim Amla has announced his retirement from all forms of cricket. എല്ലാ ഫോംസിൽ നിന്നും റിട്ടയർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് എല്ലാ ടൈപ്പിൽ നിന്നും റിട്ടയർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈവൻ ദോ ആംല had hung up his boots in international cricket in 2019, he was active in the country circuit with Surrey. Amla played a pivotal role in Surrey winning the county championship in 2022. അപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റർ ഹാഷിം ആംല അനൗൺസ് ചെയ്തിരിക്കുകയാണ് റിട്ടയർമെൻറ്റ് ഫ്രം ഓൾ ഫോംസ് ഓഫ് ക്രിക്കറ്റ് എന്ന റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ആനുവൽ സ്റ്റേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് 2022. ആനുവൽ സ്റ്റേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് 2022 റിപ്പോർട്ട് റിലീസ്ഡ് ആഫ്റ്റർ 4 years. 4 വർഷങ്ങൾക്ക് ശേഷമാണ് ആനുവൽ സ്റ്റേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് റിലീസ് ആവുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട്
which sheds light on learning outcomes in schools, was released, marking the return of the key national survey that captures the state of foundational literacy and numeracy in the country. അപ്പോൾ ആനുവൽ സ്റ്റേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് 2022 റിലീസ് ചെയ്തിരിക്കുകയാണ് 4 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഈ ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ലേണിംഗ് ഔട്ട്കംസ് ഓഫ് സ്കൂൾസ് ആണ് ഡിറ്റക്റ്റ് ചെയ്യുക, അതായത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 4 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ 2022 റിപ്പോർട്ട് റിലീസാവുന്നത്. അപ്പോൾ ദ ലാസ്റ്റ് ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ഫിസിക്കൽ ഹൗസ് ഹോൾഡ് സർവേസ് റിലീസായത് 2018 പ്രഥം ഫൗണ്ടേഷനാണ് അത് റിലീസ് ചെയ്തത്. അപ്പോൾ പ്രഥം ഫൗണ്ടേഷൻ്റെ CEO ആണ് രുക്മിണി ബാനർജി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NASA-JAXA Geotail, which studied Earth's protective magnetic bubble, retires after 30 years in orbit. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. NASA-JAXA, ജാപ്പനീസ് എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി, ജിയോടെയിൽ സ്പേസ് ക്രാഫ്റ്റ്. അപ്പോൾ ജാപ്പനീസ് എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെ ജിയോടെയിൽ സ്പേസ് ക്രാഫ്റ്റായ JAXA-NAXA, വിച്ച് സ്റ്റഡീഡ് എർത്ത്സ് മാഗ്നറ്റോസ്ഫിയർ. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റോസ്ഫിയറിനെ കുറിച്ച് പഠിച്ച ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ്, Geotail spacecraft, the protective magnetic bubble of the planet has retired after 30 years. ഓർബിറ്റിൽ 30 വർഷം കറങ്ങിയതിന് ശേഷം ഇപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുകയാണ്. The mission operations for a Geotail ended after the failure of a spacecraft's remaining data recorder, NASA announced on January 18, 2023. അപ്പോൾ the mission operators for a Geotail എൻഡ് ചെയ്തത് ആഫ്റ്റർ ഫെയിലിയർ ഓഫ് സ്പേസ് ക്രാഫ്റ്റ് റിമൈനിങ് ഡാറ്റ റെക്കോർഡർ. അപ്പോൾ സ്പേസ് ക്രാഫ്റ്റിൻ്റെ റിമൈനിങ് ഡാറ്റ റെക്കോർഡർ അതിൻ്റെ ഫെയിലിയറിന് ശേഷമാണ് നാസ ഇത് ഡെഡായിട്ട് അനൗൺസ് ചെയ്തത്, അല്ലെങ്കിൽ റിട്ടയർ ചെയ്തതായിട്ട് അനൗൺസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ITC to acquire yoga bar to strengthen presence in nutritional health food space. അപ്പോൾ ITC ലിമിറ്റഡ് യോഗ ബാർ അക്വയർ ചെയ്യാൻ പോവുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷണൽ ഹെൽത്ത് ഫുഡ് സ്പേസിൽ അവരുടെ പ്രസൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ITC ലിമിറ്റഡ് ഇസ് സെറ്റ് ടു അക്വയർ 100% സ്റ്റേക്ക് ഇൻ സ്പ്രൗട്ട് ലൈഫ് ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ദാറ്റ് സെൽസ് ഹെൽത്ത് ബാർസ് ആൻഡ് മോസ്റ്റ്ലി അണ്ടർ ദ യോഗ ബാർ ബ്രാൻഡ്. അപ്പോൾ അവർ സെല്ല് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ITC ലിമിറ്റഡ് ഇപ്പോൾ സ്റ്റേക്ക് മുഴുവൻ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രൗട്ട് ലൈഫ് ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ. അത് എന്താണ് അവർ സെല്ല് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ബാർസും അതേപോലെ മുസ്ലി, അതാണ് അവർ സെൻഡ് ചെയ്യുന്നത് അണ്ടർ ദ യോഗ ബാർ ബ്രാൻഡിൻ്റെ അണ്ടറിൽ ഇതാണ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫേം ഇപ്പോൾ ITC ലിമിറ്റഡ് അക്വയർ ചെയ്യാൻ പോവുകയാണ്. ITC വിൽ അക്വയർ 100% ഓഫ് SFPL, അതായത് സ്പ്രൗട്ട് ലൈഫ് ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 100% സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പോവുകയാണ് ഓവർ എ പീരീഡ് ഓഫ് 3 to 4 years. അപ്പോൾ 3-4 വർഷത്തിനുള്ളിൽ അക്വയർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 47.5% സ്റ്റേക്ക് ഇൻ SFPL വിൽ ബി അക്വയർഡ് ഇൻ ട്രാഞ്ചസ്. അപ്പോൾ 47.5% സ്റ്റേക്ക് ഗഡുക്കളായിട്ടാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അക്വയർ ചെയ്യാൻ പോകുന്നത് ബൈ March 31, 2025. അപ്പോൾ March 31, 2025 47.5% സ്റ്റേക്ക് ഗഡുക്കളായിട്ട് അക്വയർ ചെയ്യും. ദ ബാലൻസ് സ്റ്റേക്ക് വിൽ ബി അക്വയർഡ് ബേസിസ് പ്രീ ഡിഫൈൻഡ് വാല്യൂഷൻ ക്രൈറ്റീരിയ. അപ്പോൾ ബാലൻസ് വരുന്ന സ്റ്റേക്ക് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് വാല്യൂഷൻ ക്രൈറ്റീരിയ പ്രകാരമാണ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ITCയുടെ ചെയർമാനാണ് സഞ്ജീവ് പുരി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേദാന്ത ടു അക്വയർ മീനാക്ഷി എനർജി ഫോർ 1,440 crore rupees. അപ്പോൾ അതേപോലെ ഒരു അക്വിസിഷൻ്റെ കാര്യമാണ്. അതായത് വേദാന്ത ലിമിറ്റഡ് മീനാക്ഷി എനർജിയുടെ ഷെയർസ് അക്വയർ ചെയ്യാൻ പോവുകയാണ്. 1,440 crore rupeesനാണ് അക്വയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. Vedanta Limited will acquire the embattled power company Meenakshi Energy Limited for rupees 1,440 crore. The Anil Agarwal-led company was declared the successful bidder under the corporate insolvency resolution process for Meenakshi Energy today. Following this, the board of a company approved the acquisition of a thermal power company.
അപ്പോൾ വേദാന്ത അക്വയർ ചെയ്യാൻ പോവുകയാണ് മീനാക്ഷി എനർജിയുടെ 1440 crore റുപ്പീസിനാണ് അക്വയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ടു ഇൻട്രൊഡ്യൂസ് ആനുവൽ ട്രാൻസ്പെറൻസി റിപ്പോർട്ട് ബൈ ഓഡിറ്റ് ഫേംസ്. അപ്പോൾ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ആനുവൽ ട്രാൻസ്പെറൻസി റിപ്പോർട്ട്. ഓഡിറ്റ് ഫേംസിൻ്റെ ആനുവൽ ട്രാൻസ്പെറൻസി റിപ്പോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് വായിക്കാം. ഇൻ അക്കോർഡൻസ് വിത്ത് റൂൾ 8(2) ഓഫ് ദ NFRA റൂൾ 2018, NFRA considers it appropriate to prescribe publication of annual transparency report containing certain critical information about the auditors of operational activities, management, governance and ownership structures, policies and procedures necessary to deliver high quality audits, etc. അപ്പോൾ നാഷണൽ ഫിനാൻഷ്യൽ അതോറിറ്റി റിപ്പോർട്ടിംഗ് അതോറിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ആനുവൽ ട്രാൻസ്പെറൻസി റിപ്പോർട്ട്. ഓഡിറ്റ് ഫേംസിൻ്റെ ആനുവൽ ട്രാൻസ്പെറൻസി റിപ്പോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അജയ് ഭൂഷൺ പ്രസാദ് പാണ്ഡെ ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. അപ്പോൾ NFRAയുടെ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് അജയ് ഭൂഷൺ പ്രസാദ് പാണ്ഡെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അദാനി ഗ്രീൻ എനർജി ആം ടു ബൈ 50% ഇൻ ASER ശൗര്യ ഊർജ. അപ്പോൾ അദാനി ഗ്രീൻ എനർജി അക്വയർ ചെയ്യാൻ പോവുകയാണ് 50% സ്റ്റേക്ക് ഓഫ് ASER സൗര്യ ഊർജ കമ്പനി രാജസ്ഥാൻ ലിമിറ്റഡിൻ്റെ ഷെയറാണ് ഇവർ അക്വയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അദാനി ഗ്രീൻ എനർജി ആം വിൽ അക്വയർ 50% ഇൻ ASER ശൗര്യ ഊർജ കമ്പനി ഓഫ് രാജസ്ഥാൻ ലിമിറ്റഡ് ESUCRL ഫ്രം ASER ഇൻഫ്രാ പ്രൊജക്ട്സ് ലിമിറ്റഡ് ഫോർ ₹15 crore. അപ്പോൾ 15 കോടി രൂപയ്ക്കാണ് 50% സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പോകുന്നത് അദാനി ഗ്രീൻ എനർജി ആം. അപ്പോൾ ദ റിമൈനിങ് 50% വിൽ കണ്ടിന്യൂ ടു ബി ഹെൽഡ് ബൈ ഗവൺമെൻറ് ഓഫ് രാജസ്ഥാൻ. അപ്പോൾ മറ്റേ റിമൈനിങ് 50%, അതായത് 50% ഷെയർ വാങ്ങും അദാനി ഗ്രീൻ എനർജിയുടെ ആം. ബാക്കി 50% ഈ സെയിം രാജസ്ഥാൻ ഗവൺമെൻറ് ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ജസിൻഡ ആർഡേൺ റിസൈൻസ് ആസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ന്യൂസിലാൻഡ്. അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ പ്രൈം മിനിസ്റ്ററെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജസിൻഡ ആർഡേൺ ആണ് ന്യൂസിലാൻഡിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ഇതുവരെ. അപ്പോൾ അവർ റിസൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് വായിക്കാം. ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്റർ ജസിൻഡ ആർഡേൺ ഹാസ് സെഡ് ഷീ ഈസ് റിസൈനിങ് ഇൻ എ ഷോക്ക് അനൗൺസ്മെൻറ്റ് ദാറ്റ് കെയിം ആസ് ഷീ കൺഫേംഡ് എ നാഷണൽ ഇലക്ഷൻ ഫോർ ഒക്ടോബർ ദിസ് ഇയർ. അപ്പോൾ ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്റർ ജസിൻഡ ആർഡേൺ റെസിഗ്നേഷൻ അറിയിച്ചു. അപ്പോൾ ഇതൊരു ഷോക്ക് അനൗൺസ്മെൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഷീ കൺഫേംഡ് എ നാഷണൽ ഇലക്ഷൻ ഫോർ ഒക്ടോബർ ദിസ് ഇയർ. അപ്പോൾ നാഷണൽ ഇലക്ഷൻ ഒക്ടോബറിൽ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആർഡേൺ ബിക്കം ദ വേൾഡ്സ് യങ്ങസ്റ്റ് ഫീമെയിൽ ഹെഡ് ഓഫ് ഗവൺമെൻറ് വെൻ ഷി വാസ് എലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ ഇൻ 2017 അറ്റ് ഏജ് ഓഫ് 37. അപ്പോൾ ജസിൻഡ ആർഡേൺ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹെഡ് ഓഫ് ഗവൺമെൻറ്, അതായത് ഒരു രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് ഗവൺമെൻറ്റായി മാറി. 2017 37 വയസ്സ് ആയിരുന്നു അന്ന്. അപ്പോൾ ഏറ്റവും യങ്ങസ്റ്റ് ഫീമെയിൽ ഹെഡ് ഓഫ് ഗവൺമെൻറ്റായി ജസിൻഡ ആർഡേൺ ഇപ്പോൾ വിരമിച്ചിരിക്കുകയാണ്, റിസൈൻ ചെയ്തിരിക്കുകയാണ്. ഹെർ ടേം ആസ് പ്രൈം മിനിസ്റ്റർ വിൽ കൺക്ലൂഡ് നോ ലേറ്റർ ദാൻ 7th February. അപ്പോൾ 7th February ആ ടേം എൻഡ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജസിൻഡ ആർഡേണിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ടേം എൻഡ് ചെയ്യുന്നത് February 7th. ഇപ്പോൾ റിസൈൻ ചെയ്തിരിക്കുകയാണ് ജസിൻഡ ആർഡേൺ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.